ഇന്റീരിയറൊക്കെ അത്രയും പക്കാണ്. കാരണം ഇത് അങ്ങനത്തെ ഒരു ഫാമിലി യൂസ് ചെയ്ത വണ്ടിയാണ്. അവിടെ ഏകദേശം 5 വണ്ടിയിട്ടുണ്ട് ആ വീട്ടിൽ. ആ വീട്ടിൽ തന്നെ GLS അങ്ങനെ, അതായത് ഒരു ചിലപ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് എടുത്തിറങ്ങുന്നത് അങ്ങനെ ഒരു വണ്ടിയാണ്. അത്രേ ഉള്ളൂ. അത്രയും മെയിൻറ്റെയിൻ. 2015 വെറും 32,000 കിലോമീറ്ററോടെ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന C220D നിങ്ങൾക്ക് കൊണ്ടുപോകാം. നല്ല മൈലേജുള്ള ഡെയിലി യൂസിന് പറ്റിയൊരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടിയെടുത്തോ. ലോ കിലോമീറ്റർ ആ ഒരു വർഷം വെച്ച് നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റയൊക്കെ ഓടുന്നതിൽ വെച്ചിട്ട് എത്രയോ ലോ കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വർഷം വെച്ച് നോക്കേണ്ട 1 lakhന്റെ മേലെ പോകേണ്ടതാണ്. പോയിട്ടില്ല. അതിൻ്റെ പാതി ഓട്ടേ പോയിട്ടുള്ളൂ. ഏകദേശം 63,000 കിലോമീറ്റർ മാത്രം ഓടിയേക്കുന്ന വാഹനം. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ പുതിയൊരു വീഡിയോയിലൂടെ ഞാനൊരു പുതിയൊരു ഡീലർ പരിചയപ്പെടുത്തലാണ്. ഡീലർ എന്ന് വെച്ചാൽ ഒരുപാട് കാലമായിട്ട് ഈ ഫീൽഡിലുള്ള ആളുകളാണ്. നമ്മൾ ആദ്യമായിട്ട് ചെയ്യാണ്. മുന്നേ കുറച്ച് കാലങ്ങൾക്ക് മുന്നേ തന്നെ വിളിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇവരെ സ്റ്റോക്ക് ഒത്തു കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ ഒഴിഞ്ഞൊഴിഞ്ഞ് പോകും പെട്ടെന്ന് തന്നെ. അതുകൊണ്ടാണ് ഡിലേ വന്നത്. അപ്പോൾ ഡൽഹിയിൽ വെച്ച് ചെയ്യുന്ന ആളുകളാണ്. ഇവരുടെ സ്ഥലം വരുന്നത് കോഴിക്കോടാണ്. അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽ ചോദിച്ചറിയാൻ നമുക്ക് സ്വാഗതം ചെയ്യാം. ഹലോ, ഷംസുദ്ദീൻ ഭായ്, സ്വാഗതം. ഹായ്. ഇത് ഷംസുദ്ദീൻ ഭായ് എന്നെ പണ്ടേ വിളിക്കാറുണ്ടായിരുന്നു. കോഴിക്കോട് അത്തോളിയാണ് സ്ഥലം അല്ലേ? പാവങ്ങാട്. സോറി. ഓക്കെ. ബ്രോന്റെ പേരെന്താ? ലിഷാം. ഓക്കെ. എല്ലാവരും ഡൽഹി തന്നെ അല്ലേ? അതെ, ഡൽഹി തന്നെ. ഓക്കെ. ഇപ്പൊ എത്ര വർഷമായി ഈ ഫീൽഡിൽ? നമ്മൾ ഇപ്പൊ 5 വർഷമായി റീവണ്ടികൾ ഡൽഹിയിൽ നമ്മൾ താമസിച്ചിട്ട് അവിടെ തന്നെ ചെയ്ത് കൊടുക്കുക. പല ഡീലേഴ്സിനും വണ്ടി നമ്മൾ പർച്ചേസ് ചെയ്ത് കൊടുക്കുക. മെയിൻ ഘടകം അതാണ്. നമ്മൾ ചെയ്യുന്ന പല ഡീലർമാർക്കും ഇവരാണ് വണ്ടി കൊടുക്കുന്നത്. ഓക്കെ, റീവണ്ടികൾ ചെയ്യുന്നതിൽ. ഓക്കെ ബ്രോ, എങ്ങനെയാണ് വണ്ടിയുടെ ക്വാളിറ്റി എങ്ങനെ എൻഷുർ ചെയ്യുന്നത് നിങ്ങൾ? വണ്ടിയുടെ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ അത്രയും എന്താ പറയുക, ക്വാളിറ്റി ആളുകളിൽ നിന്ന് ക്വാളിറ്റി വണ്ടികൾ എടുക്കുക എന്നുള്ളതാണ്. ഡയറക്റ്റ് കസ്റ്റമർ ഓണേഴ്സിൽ നിന്ന് തന്നെ, ഡയറക്റ്റ് ഓണേഴ്സിൽ നിന്ന് വളരെ പ്രീമിയം ആയിട്ട് യൂസ് ചെയ്യുന്ന ആൾക്കാർ, അതായത് വളരെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കമ്പനിയിൽ നിന്ന് എല്ലാ വർക്കും ചെയ്ത് അങ്ങനെയുള്ള വണ്ടികളാണ് ചൂസ് ചെയ്തെടുക്കുന്ന പ്രോസസ്സാണ്. ഓക്കെ. ഇപ്പോൾ കമ്പനി ഹിസ്റ്ററി തന്നെ ഇല്ലാത്തൊരു ഘടകമാണ് ഇൻഷുറൻസ് ഹിസ്റ്ററിയിൽ ഉണ്ടാവുക. പുറത്തുനിന്ന് വർക്ക് എടുപ്പിച്ച കാര്യങ്ങളൊക്കെ അത് ചെക്ക് ചെയ്യാറുണ്ടോ? അത് നമ്മൾ ഫസ്റ്റ് ഇപ്പോൾ ചെക്ക് ചെയ്യുന്ന അതാണ്. ഇൻഷുറൻസ് ക്ലെയിം ഉണ്ടോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്തിട്ടാണ് പിന്നെ വണ്ടീൻ്റെ ബാക്കി കാര്യങ്ങളിലേക്ക് നമ്മൾ നീങ്ങുന്നത്. ഇൻഷുറൻസിൽ പോയിട്ട് ചെക്ക് ചെയ്യും. കാരണം കമ്പനിയിൽ നിന്ന് വർക്ക് എടുത്തില്ല നമുക്ക് അറിയാൻ പറ്റില്ല, പുറത്തുനിന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഇൻഷുറൻസിൽ കിട്ടും. പിന്നെ വണ്ടി ഫിസിക്കലി ഉള്ള ചെക്കപ്പ് എങ്ങനെയാണ്? ഫുള്ള് ഇൻസ്പെക്ട് ചെയ്യുമോ? എല്ലാ A to Z നമ്മളെല്ലാം ഇൻസ്പെക്ട് ചെയ്തിട്ടാണ് നമുക്കൊരു ഇന്നൊരു വണ്ടി ഉണ്ട് എന്നുള്ളത് നമ്മൾ അനൗൺസ് ചെയ്യാം. ഓക്കെ. അപ്പോൾ പലരും ഇവരുടെ അടുത്താണ് വണ്ടി എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല റേറ്റിൽ കൊടുക്കാൻ പറ്റുമോ? നല്ല വണ്ടി നല്ല റേറ്റിൽ, അല്ലാണ്ട് പൊട്ടിച്ച് കിട്ടിച്ച് പരിപാടിയൊന്നും വേണ്ട. നല്ല വണ്ടികൾ നല്ല റേറ്റിന് കൊടുക്കാൻ പറ്റും. അതൊരു തീം തന്നെ അതാണ്. അതായത് ബെസ്റ്റ് വൺ ഫ്രം ബെസ്റ്റ് പീപ്പിൾ ടു അനദർ ബെസ്റ്റ് പീപ്പിൾ. ആ ഒരു തോട്ടാണ് നമ്മൾ. അതെ, കസ്റ്റമേഴ്സിനും അതാണ് വേണ്ടത്. നല്ല സാധനമായിരിക്കും. അതെ, എന്നാൽ അധികം വില കൂടാനും പാടില്ല. കറക്റ്റ്. ഓക്കെ. അങ്ങനത്തെ ആളുകൾ തന്നെയാണ് നമ്മുടെ പ്രേക്ഷകരും എല്ലാവരും. തീർച്ചയായും. ഓക്കെ. അപ്പോൾ ഇവരെന്ന് വെച്ചാൽ നമ്മുടെ സബ്സ്ക്രൈബറാണ്. പണ്ടേ നമ്മുടെ വീഡിയോ കാണുന്ന ആളുകളാണ്. ഓക്കെ. അപ്പോൾ ഒരു സബ്സ്ക്രൈബറിന്റെ മൈൻഡ് സെറ്റ് അറിയാലോ. അത്രയേ ഉള്ളൂ കാര്യങ്ങൾ. ഓക്കെ, എന്തായാലും നമുക്ക് കണ്ടു നോക്കാം. ഇവരുടെ ഇപ്പോഴത്തെ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് പാവങ്ങാടാണ്. കോൺടാക്ട് നമ്പർ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും ഉണ്ടാവും. ഇപ്പോൾ ഈ കാണിക്കുന്ന 3 വണ്ടി മാത്രമല്ലല്ലോ, വേറെ സ്റ്റോക്ക് വരാൻ. പ്രീമിയം കാർസാണ് നമ്മളിപ്പോൾ കാണിക്കുന്നത്. ഓക്കെ. പ്രീമിയത്തിൽ എല്ലാ സെഗ്മെന്റും എടുക്കാറുണ്ട് അല്ലേ? എല്ലാം എടുക്കാം. ഓക്കെ. ഏത് വേണമെന്നുണ്ടെങ്കിലും ഇവരെ കോൺടാക്ട് ചെയ്താൽ മതി അല്ലേ? അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽ നമുക്ക് വീഡിയോ എടുക്കാം. ഓക്കെ, താങ്ക് യു. ഡൽഹി വണ്ടി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം എത്തുക ടൊയോട്ട വണ്ടികളാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ടൊയോട്ട ഇന്നോവ ക്രിസ്റ്റയിൽ തുടങ്ങാം. നല്ലൊരു വൈൻ റെഡ് കളർ ക്രിസ്റ്റയാണ്. ഇതിൽ ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ല അല്ലേ? നീറ്റ് വണ്ടി. ഈ വീഡിയോന്റെ പ്രത്യേകത തന്നെ അതാ. അതായത് 3 വണ്ടിക്ക് ഒരു റീപ്ലേസ്മെന്റും ഇല്ല. ഓക്കെ. അത് പിന്നെ അടുത്തടുത്ത് ചോദിക്കേണ്ട ആവശ്യമില്ല. ചോദിക്കേണ്ടി വരും, കാരണം ഇത് സ്കിപ്പ് ചെയ്ത് പോകുന്ന ആൾക്കാർ അത് കാണുമ്പോൾ ലൈൻ കേൾക്കാത്തവര്. ഓക്കെ. അപ്പോൾ ഏതാ മോഡൽ ഇത്? 2017 മാനുഫാക്ചർഡ്, 2018 രജിസ്റ്റേർഡ് വണ്ടിയാണ്. വണ്ടി അല്ലേ? ഓൺലി 63,000 കിലോമീറ്റർ ഡൺ. ഓക്കെ. ലോ കിലോമീറ്റർ ആ ഒരു വർഷം വെച്ച് നോക്കുകയാണെങ്കിൽ ക്രിസ്റ്റയൊക്കെ ഓടുന്നതിൽ വെച്ചിട്ട് എത്രയോ ലോ കിലോമീറ്ററാണ് വണ്ടി ഓടിയേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഈ വർഷം വെച്ച് നോക്കേണ്ട 1 lakhന്റെ മേലെ പോകേണ്ടതാണ്. പോയിട്ടില്ല. അതിൻ്റെ പാതി ഓട്ടേ പോയിട്ടുള്ളൂ. ഏകദേശം 63,000 കിലോമീറ്റർ മാത്രം ഓടിയേക്കുന്ന വാഹനം. ഒരു ക്ലെയിമില്ല, 0 ക്ലെയിം വണ്ടി. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. അത് തന്നെ ഒരു ഫാമിലി ഇതാണ്. പക്ഷേ ഫാമിലി ഉള്ളിൽ തന്നെ മാറിയത്. ഓക്കെ. അപ്പോൾ ഫുൾ ഹിസ്റ്ററി എല്ലാം കയ്യിൽ? ഫുൾ ഹിസ്റ്ററി എല്ലാം ഉണ്ട്. ഇൻഷുറൻസ് ഹിസ്റ്ററി എല്ലാം നോക്കിയതാ? ഓക്കെ. ഫിസിക്കലി എല്ലാം ചെക്ക് ചെയ്താ അല്ലേ? ഓക്കെ. അപ്പോൾ നിങ്ങൾ ഒരാളെ കൊണ്ടുപോയിട്ട് ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അവർക്ക് അത്ര ഉറപ്പിച്ച് പറയുന്നുണ്ട് അല്ലേ? അതുകൊണ്ട് തന്നെ അത് K11 കോഴിക്കോടിൽ നമ്മൾ NOC എടുത്ത വണ്ടിയാണ്. അങ്ങനെ
അത്രയും പെർഫെക്റ്റ് ആയിട്ട് നടക്കുന്ന ആൾക്കാരായിട്ട് നമുക്ക് അങ്ങനെ തന്നത്. അതായത് NOC എടുത്തിട്ട് നിങ്ങൾ കൊണ്ടുപോയാൽ മതി എന്ന്. അങ്ങനെ K11 ആണ് ഈ വണ്ടി രജിസ്റ്റർ. കോഴിക്കോടേക്ക് NOC എടുത്തും കഴിഞ്ഞു. എത്ര ഇപ്പോൾ ചോദ്യം എത്രയാണ്? ഇപ്പോൾ നമുക്ക് 12,50,000 അതാണ് നമ്മുടെ ആസ്കിങ്. അതായത് അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൈസ്. ഓക്കെ, 12,50,000 രൂപ NOCയിലാണ്. ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ ഒരു 1.5 ലക്ഷം ഏകദേശം കാട്ടി വരും അല്ലേ? അതിൻ്റെ ഉള്ളിൽ കണ്ടാൽ മതി. 1.5 ലക്ഷത്തോളം. ഇത് GX ആണ് അല്ലേ? ഓക്കെ, 17 മോഡൽ 18 രജിസ്ട്രേഷൻ GX ആണ്. 63,000 കിലോമീറ്റർ ഓടിയ സെക്കൻഡ് ഓണർഷിപ്പ്. ഫാമിലി തന്നെ മാറിയ വാഹനമാണ്. ഒരു ക്ലെയിമോ റീപ്ലേസ്മെൻറ്റോ ഒന്നുമില്ല. 12.5 ലക്ഷത്തിന് NOCയിൽ KL11 നമ്പറിൽ NOCയിൽ നിങ്ങൾക്ക് കൊണ്ടുപോകാം. മാറണമെങ്കിൽ 1.5 ലക്ഷം ഏകദേശം. ഓക്കെ, അതിൻ്റെ ഉള്ളിലേ വരുള്ളൂ. വേറെ ഒന്നും ഇപ്പോൾ ചെയ്യാനില്ല അല്ലേ? വർക്കൊന്നും ഒരു വർക്കും ഇല്ല. ലോണ് നിങ്ങൾ മാറിയാലല്ലേ ചെയ്ത് കൊടുക്കാൻ പറ്റും? നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അത് അവരുടെ ഒരു ബാങ്കിന്റെ അവൈൽ ചെയ്യുന്ന പോലെ സിവിൽ ഇതൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുള്ളൂ. പ്രൊവൈഡ് ചെയ്യാൻ പറ്റും. അടുത്താണ് ഇന്നത്തെ ഹൈലൈറ്റ് വാഹനം, മിനി കൂപ്പർ JCW. അതായത് നമ്മൾ കിറ്റ് കയറ്റിയ ഒരുപാട് വണ്ടികൾ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇത് ഒറിജിനൽ JCW മിനി കൂപ്പർ S ആണ് അല്ലേ? ഒറിജിനൽ സാധനം. നമ്മുടെ ഇപ്പോൾ പോളോ TSI എന്ന് പറഞ്ഞ പോളോ ഇല്ലേ, പെർഫോമൻസ് പെട്രോൾ, അതേപോലെ കൂപ്പർ S പെട്രോൾ JCW വരുന്ന ഒറിജിനൽ സാധനമാണിത്. നല്ലൊരു അട്രാക്റ്റീവ് കളറും അല്ലേ? ഏതാ മോഡല്? ഇത് 2016 ആണ് ഇത്. അതായത് JCW ഒറിജിനൽ, അതായത് ജോൺ കൂപ്പർ വർക്ക്സ്, അതിന്റെ കമ്പനിയിൽ നിന്ന് വരുന്ന ഇൻബിൽഡ് സംഭവമാണ്. അപ്പം അല്ലാതെ കിറ്റ് ചെയ്തോന്നല്ല, കിറ്റ് ചെയ്ത് ഒരുപാട് വണ്ടികൾ കിട്ടാണ്ട് ഇത് ഒറിജിനൽ ഇൻബിൽഡ് വാഹനമാണ്. മോഡല് പറഞ്ഞ ഇത് 2016. ഓക്കെ, എത്ര ഓട്ടം പോയിട്ടുണ്ട്? ഇത് സിംഗിൾ ഓണർ ആണ്. 54,000 ജസ്റ്റ് ഡൺ. ഓക്കെ, 54,000 സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുന്ന വാഹനം. ഇതിന്റെ ഹിസ്റ്ററി, ഇൻഷുറൻസ് ഹിസ്റ്ററി, ഫുൾ കമ്പനി സർവീസ്ഡ് ആണ്. 48,000 ലാസ്റ്റ് കമ്പനി BMW ഷോറൂമിൽ നിന്ന് സർവീസ് ചെയ്ത് ഇറങ്ങിയതാണ്. ഓക്കെ, BMW എന്ന് പറയുമ്പോൾ കൺഫ്യൂഷൻ അടിക്കേണ്ട, അറിയാത്തവർക്ക് BMW സാധനമാണ് ഇത് മൊത്തം. മിനി കൂപ്പർ ഒക്കെ BMW ആണ് മദർ ബ്രാൻഡ് അല്ലേ? ഓക്കെ, അപ്പോൾ സർവീസ് എല്ലാം പക്ക പോയേക്കുന്ന വണ്ടി. 48 പോയത്. ഇപ്പോൾ എത്ര ഓട്ടം കാണിക്കുന്നത്? 54,000 അല്ലേ? 15,000 കിലോമീറ്റർ ഓടുമ്പോഴാണ് ചെയ്യുക. അപ്പോൾ എന്ന് വെച്ചാൽ 63 ചെയ്യണം അല്ലേ? ഇനി 63 സർവീസ് ചെയ്യണം. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് ഓടാനുണ്ട്. എടുത്ത പാടെ ഒന്നും ചെയ്യാനില്ല അല്ലേ? ഇന്റീരിയറൊക്കെ അത്രയും പക്കാണ്. കാരണം ഇത് അങ്ങനത്തെ ഒരു ഫാമിലി യൂസ് ചെയ്ത വണ്ടിയാണ്. അവിടെ ഏകദേശം 5 വണ്ടി ഉണ്ട് ആ വീട്ടിൽ. ആ വീട്ടിൽ തന്നെ GLS അങ്ങനെ. അതായത് ഒരു ചിലപ്പോൾ എപ്പോഴെങ്കിലും ഒന്ന് എടുത്തിറങ്ങുന്ന അങ്ങനെ ഒരു വണ്ടിയാണ്. അത്രേ ഉള്ളൂ. ഓക്കെ, വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ളൊരു വാഹനമാണ് ഒറിജിനൽ JCW കൂപ്പർ S. എത്ര ഇതിൻ്റെ ചോദ്യം എത്ര? NOC എവിടെയെങ്കിലും എടുത്തോ നിലവിൽ? ഇത് NOC എടുത്തിട്ടില്ല. നമുക്ക് ആരാണോ പർച്ചേസ് ചെയ്യുന്ന അവർക്ക് നമുക്ക് NOC എടുത്തു കൊടുക്കാം. ഹൈലൈറ്റ് നിങ്ങളുടെ RTOയിൽ നിങ്ങൾക്ക് അതെ, നിങ്ങളുടെ ആ ഒരു രജിസ്ട്രേഷനിൽ ചെയ്യാം, കിട്ടും. എത്ര ചോദ്യം എത്ര? ഇപ്പോൾ ഇത് 23 lakhs ആണ് നമ്മുടെ ആസ്കിങ്. 23 ലക്ഷത്തിന് ഒറിജിനൽ കൂപ്പർ S JCW. ഓക്കെ, ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ ഒരു 4-5 ലക്ഷം കാണ്ടി വരും. ബിലോ 5 lakh അത്രയും മാറാൻ കാണ്ടി വരും. ഓക്കെ, അടുത്ത വണ്ടിയിലേക്ക്. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം Mercedes-Benz C220D ആണ്. ഇപ്പം നല്ല മൂവിങ്, നമ്മുടെ നാട്ടിൽ നല്ല മൂവിങ് ഉള്ളൊരു വാഹനമാണ്. സെഡാൻ കാറ്റഗറിയിൽ അത്യാവശ്യം മൈലേജിൽ മെയിൻ്റനൻസ് കുറഞ്ഞിട്ട് കൊണ്ടു നടക്കാൻ പറ്റിയ ഒരു സെഗ്മെൻറ്റ് അല്ലേ? നല്ലോണം മൂവ് ചെയ്യുന്ന വണ്ടിയാണ്. ഇപ്പോൾ ഇവരുടെ അടുത്ത് ശരിക്കും 2 വണ്ടിയും കൂടി വരേണ്ടതായിരുന്നു. എന്നോട് 5 വണ്ടി ഉണ്ടെന്നാണ് പറഞ്ഞത്. ഷൂട്ട് ചെയ്യാൻ 2 വണ്ടി എത്തിക്കാൻ പറ്റിയില്ല അല്ലേ? 3 ഹൈറ്റാണ് കുറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെ ഡീറ്റെയിൽ എങ്ങനെ? ഇത് C220 2015 മോഡലാണ്. ഇത് ഓൺലി 32,000 കിലോമീറ്റർ ആണ്. 32,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. 32,000 മാത്രം. സിംഗിൾ ഓണർഷിപ്പ് അല്ലേ? ഓക്കെ, ഓണർഷിപ്പിൻ്റെ പറഞ്ഞപ്പോഴാണ് നേരത്തെ പറഞ്ഞ മിനി കൂപ്പർ JCW ഓണർഷിപ്പ് സെക്കൻഡ് ആണ്. ഇത് സിംഗിൾ ഓണർ. അതിൽ പറഞ്ഞപ്പോൾ തെറ്റിപ്പോയിരുന്നു, സോറി. അപ്പോൾ സെക്കൻഡ് ഓണർഷിപ്പാണ് JCW. ഇത് സിംഗിൾ ഓണർഷിപ്പ് തന്നെ കിടക്കുകയാണ് വാഹനം. 15 മോഡൽ C220D. ഏകദേശം ലോങ്ങിലൊക്കെ ഒരു 17-18 മൈലേജ് ബെസ്റ്റ് ആണ്. ഇത് നമുക്കൊരു പ്രീമിയം സെഗ്മെന്റിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ വണ്ടി. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. പിന്നെ ഇത് ഓൾറെഡി ബ്രിഡ്ജ് ലാസ്റ്റ് സർവീസ് ചെയ്തതാണ്. അല്ല, ഈ 32,000 കിലോമീറ്റർ എന്നൊക്കെ പറയുമ്പോൾ പലരും ഡൗട്ട് അടിക്കും. നമ്മൾ പല വീഡിയോസിലും പറയുന്നതാണ്, എങ്ങനെയാണ് ഇത്രയും പഴയ മോഡലെ വണ്ടികൾ 32,000 കിലോമീറ്റർ 40,000? ഇതെന്ന് വെച്ചാൽ അങ്ങനെയുള്ള ഡൽഹിയിലുള്ള അങ്ങനെ ആ ഒരു ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാർ, ഒരുപാട് വണ്ടിയുള്ള ആൾക്കാർ, വേറെ വണ്ടികളുണ്ട്. അതെ, ഒരുപാട് വണ്ടികൾ, ഓരോ കയ്യിൽ വേറെ വേറെ വണ്ടികളുണ്ടാവും. അപ്പോൾ അവർ മാറ്റാൻ വേണ്ടിയിട്ട് വിൽക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ കിട്ടുന്നതാണ് നമുക്ക് ഇങ്ങനെയുള്ള വണ്ടി. ഓട്ടം കുറവായിരിക്കും. ഓരോ വണ്ടി മാറ്റി മാറ്റി എടുക്കുമ്പോൾ ഇത് ഓൾറെഡി K11 NOC എടുത്തതാ. ഓക്കെ, അപ്പോൾ
വേറെ ഒന്നും ചെയ്യാനില്ല. അങ്ങനെയാണ് അവിടുന്ന് നമുക്ക് ഹാൻഡ് ഓവർ ചെയ്തത്. കേരളത്തിൽ എടുത്തിട്ട് അത്രയും വിശ്വസ്തമായിട്ട് അത്രയും അങ്ങനെയുള്ളൊരു ട്രാൻസ്പെറൻറ്റ് ഇല്ല. ഓക്കെ, അപ്പോൾ എത്ര ഇതിൻ്റെ ചോദ്യം എത്ര NOC-യിൽ? ഇത് NOC-യിൽ നമ്മൾ ചോദിക്കുന്നത് 17 lakhs ആണ്. 17 ലക്ഷത്തിന് 2015 വെറും 32,000 കിലോമീറ്റർ ഓടിയ സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന C220D നിങ്ങൾക്ക് കൊണ്ടുപോകാം. നല്ല മൈലേജുള്ള ഡെയിലി യൂസിന് പറ്റിയൊരു വണ്ടി നോക്കുന്നുണ്ടെങ്കിൽ കണ്ണും പൂട്ടിയെടുത്തോ. മാറി വരണേ ഒരു 3 ലക്ഷം കാണ്ടി വരുമോ? മാറി വരാൻ 3 വേണ്ട, അതിൻ്റെ ഉള്ളിൽ കണ്ടാൽ മതി. അതിൻ്റെ ഉള്ളിൽ താഴെ കണ്ടാൽ മതി. ഓക്കെ, എന്തായാലും 2.5 അതിൻ്റെ ഉള്ളിൽ കണ്ടാൽ മതി. 260 ആ ഒരു റേഞ്ച് കണ്ടാൽ മതി. ഓൾറെഡി NOC-ന്റെ വർക്ക് പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. RTO അതായത് ഹിയറിംഗ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് മാറ്റുന്നൊരു രജിസ്ട്രേഷൻ ആയിട്ട് ഇതാക്കണ്ടേ അല്ലേ? അപ്പോൾ തൽക്കാലത്തേക്ക് നമ്മൾ നിർത്തുകയാണ്. ഇവരുടെ അടുത്ത് നിങ്ങൾ വന്നു കഴിഞ്ഞാൽ അല്ലെ വരുന്നതിന് മുന്നേ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഹിസ്റ്ററി ഒക്കെ അയച്ചു കൊടുക്കാമല്ലോ അല്ലേ? ഹിസ്റ്ററി ഒക്കെ നമ്മളെല്ലാം ഓൾറെഡി ഉണ്ട്. നിങ്ങൾ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഓക്കെ, ലോങ് എന്നൊക്കെ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് വിളിച്ച് ചോദിച്ചിട്ട് അതൊക്കെ ഉറപ്പ് വരുത്താം അല്ലേ? ആദ്യമേ ഉറപ്പ് വരുത്താം. ഇല്ലതാ നമ്പർ കാര്യങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്, വീഡിയോ കാണിച്ചു തരാം. പിന്നെ ഏറ്റവും വലിയ വിശ്വാസം മൂപ്പരാണ്. ഓക്കെ, കംപ്ലൈന്റ് ഉണ്ട് എൻ്റെ അടുത്ത് വിളിക്കാൻ. അതാണല്ലോ, വിളിച്ചിട്ട് റെക്ടിഫൈ ചെയ്യാത്തവരെ ഞാൻ പിന്നെ ചെയ്യാറില്ല. റെക്ടിഫൈ ചെയ്യുന്നവരെ ഞാൻ വീണ്ടും വിളിച്ച് ചെയ്യാറുണ്ട്. ഓക്കെ, കംപ്ലൈൻറ്റ്സ് ചെറിയ എന്തെങ്കിലും വരിക, പക്ഷെ അതൊക്കെ റെക്ടിഫൈ ചെയ്ത് കൊടുക്കണം. അത് നമ്മൾ കസ്റ്റമേഴ്സിന് കൊടുക്കില്ല. നമ്മൾ അങ്ങനെ ഒരു സീറോ കംപ്ലൈന്റിൽ പോകണം. അതായത് നമ്മളെ വണ്ടികളൊക്കെ സീറോ കംപ്ലൈന്റ് ആണ്. അതുപോലെ നമ്മളെ സർവീസ് ഡീലും സർവീസും ഒക്കെ സീറോ കംപ്ലൈന്റ് ആവണം എന്നുള്ള ഒരു ഉറപ്പുള്ള ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ തന്നെയാണ്, വിശ്വസമായ രീതിയിൽ പോകുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും കോൺടാക്ട് ചെയ്യാം. ഓട്ടോമാർക്ക്, നമ്മൾ പേര് പറയാൻ മറന്നു. ഓട്ടോമാർക്ക് എന്നാണ്. ഓക്കെ, അപ്പോൾ വണ്ടികളോട് കൂടുതൽ ഇഷ്ടം കാരണം വണ്ടീനെ പറ്റിയാണ് കൂടുതൽ സംസാരിച്ചത്. നമ്മൾ പേര് പറഞ്ഞു, ഷോറൂമിന്റെ പേര് പറഞ്ഞു. ഷോറൂമായിട്ട് ഇവിടെ തുടങ്ങിയില്ല, തുടങ്ങാൻ പോകുന്നില്ല. ഷോറൂം വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഡൽഹിയിലാണ് ഇവർ ബേസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കോൺടാക്ട് നമ്പർ ഇതാ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് തന്നെ ഡയറക്റ്റ് വേണമെങ്കിലും വണ്ടികൾ പർച്ചേസ്. ഡൽഹിയിൽ നമുക്ക് ഓഫീസ് ഉണ്ട്, അശോക് വിഹാറിൽ ഓഫീസ് ഉണ്ട്. അവിടെ കോൺടാക്ട് ചെയ്യാം, എന്ത് ചെയ്യാം നമുക്ക്, അതൊന്നും ഇഷ്ടമായി. അപ്പോൾ അതിലേക്ക് വിളിച്ചോളൂ. വീഡിയോ ഇഷ്ടമായിട്ടെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക. ഇവരുടെ വണ്ടികളെ പറ്റിയുള്ള അഭിപ്രായങ്ങളും വിലകളെ പറ്റിയുള്ള അഭിപ്രായങ്ങളൊക്കെ തന്നെ നിങ്ങൾ കമൻസിലേക്ക് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണാം. എല്ലാവർക്കും നന്ദി. താങ്ക് യു ബ്രോ. താങ്ക് യു. ബൈ.